സ്മാർട്ട് ഫോണുകളിലൂടെയും മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളിലൂടെയും എ മനുഷ്യന്റെ നിത്യജീവിതത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. എന്നാൽ ലോകത്തെ പ്രമുഖ കമ്പനിയായ ഓപ്പൺ ഒരൽപ്പം കൂടി കടന്നു ചിന്തിക്കാനുള്ള പുറപ്പാടിലാണ്. സ്മാർട്ട് ഫോണുകൾക്ക് ശേഷം ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് ChatGPT നിർമ്മാതാക്കളുടെ ശ്രമം. ആപ്പിളിലെ മുൻ ഡിസൈനറായിരുന്ന ജോണി ഐവിന്റെ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയെ സാം ആൾട്ട്മാന്റെ ഓപ്പൺ ഏകദേശം 55,000 കോടി രൂപയ്ക്ക് കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തു. ഇരുവരും ചേർന്ന് യിൽ അധിഷ്ഠിതമായ പുതിയൊരു ഉപകരണം നിർമ്മിക്കാനുള്ള തുടക്കത്തിലാണ്. മൊബൈൽ ഫോണുകൾക്ക് പകരമാകുമെന്ന് കരുതുന്ന ഈ ഉപകരണം മനുഷ്യരാശി ഇതുവരെ കണ്ടിട്ടില്ലാത്തതാകുമെന്നാണ് ടെക് ലോകത്തെ സംസാരം. സ്റ്റീവ് ജോബ്സിനൊപ്പം ആപ്പിൾ ഐഫോൺ അടക്കമുള്ള നിരവധി കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ജോണി ഐവ്. സാം ഓൾട്ട്മാനുമായി ചേർന്ന് സ്ക്രീൻ ഇല്ലാത്ത ഒരു സ്മാർട്ട് ഫോൺ വികസിപ്പിക്കുകയാണ് ഐവ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്നാൽ ഇതൊരു ഫോൺ ആയിരിക്കില്ലെന്നും മറ്റെന്തെങ്കിലും സംവിധാനമായിരിക്കുമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇരു കമ്പനികളും കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ പുതിയ ഉപകരണത്തെക്കുറിച്ചുള്ള ഭാവനകൾക്ക് മാത്രമേ നിലവിൽ സ്ഥാനമുള്ളൂ. സ്മാർട്ട് ഫോണുകൾക്ക് പകരമാകുമെന്ന പേരിൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ നേരത്തെയും വിപണിയിൽ ഉണ്ടായിട്ടുണ്ട്. 2024 അവതരിപ്പിച്ച ഹ്യൂമൻ പിൻ ഇത്തരത്തിലൊന്നാണ്. കോളറിൽ ഘടിപ്പിക്കാവുന്ന ഈ ഉപകരണം വോയിസ് കൺട്രോൾ വഴിയാണ് നിയന്ത്രിക്കാനാവുക. ഇതിൽ നിന്ന് പുറത്തുവരുന്ന ലേസർ ഡിസ്പ്ലേ കൈകൊണ്ടും നിയന്ത്രിക്കാം. $699 പുറത്തിറങ്ങിയ ഹ്യൂമൻ പക്ഷേ ഒരു പരാജയമായിരുന്നു. സയൻസ് ഫിക്ഷനുകളിലെ ഉപകരണം എന്ന പോലെ വാങ്ങാമെങ്കിലും പ്രായോഗികതയുടെ അഭാവമായിരുന്നു ഇവിടെ വില്ലൻ. എന്നാൽ കണ്ണാടി പോലെ ധരിക്കാവുന്നതും കണ്ണ്, കയ്യ്, ശബ്ദം എന്നിവ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്നതുമായ അല്ലെങ്കിൽ ധരിക്കാവുന്നതുമായ ഗാഡ്ജറ്റ്സുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ആപ്പിളിന്റെ വിഷൻ പ്രോ, മെറ്റ സാംസങ് XR ഗ്ലാസ്, ഗൂഗിളിന്റെ XR ഗ്ലാസ് തുടങ്ങിയവയൊക്കെ ഇതിനുദാഹരണമാണ്. ഫോൺ കയ്യിലെടുക്കാതെ തന്നെ കോൾ ചെയ്യാനും സംശയങ്ങൾ തീർക്കാനും വഴി കണ്ടുപിടിക്കാനും സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇത്തരം ഗ്ലാസുകൾക്ക് കഴിയും. പക്ഷേ ഇവ മൊബൈൽ ഫോണുകൾക്ക് പകരമാകുമോ എന്ന് ഇതുവരെയും പറയാനായിട്ടില്ല.